ഭാരത് ജോഡോ ന്യായ യാത്രയുമായി ഇന്ന് രാഹുൽ ബീഹാറിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തായാലും ഈ ഹിന്ദി ഹൃദയ ഭൂമിയിൽ നിതീഷിന് പകരം ആര് എന്നുള്ള ഒരു ചോദ്യമായിരിക്കും ഏറ്റവും പ്രധാനമായും ഇന്ത്യ മുന്നണിയുടെ മുന്നിലെത്തുക. മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിനെ കുഴിയിൽ ചാടിക്കുന്ന ഒരു നീക്കങ്ങളാണല്ലോ ഓരോ ദിവസവും ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഈ രാഹുൽ ഭാരത് ജോഡോ ന്യായ യാത്ര മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാലിൽ നിന്നും ആരംഭിച്ചത് മുതൽ തന്നെ അതൊരു അന്യായമായ യാത്രയായി മാറുകയാണ്. അതായത് ആ യാത്ര കടന്നു വരുന്ന ഓരോ സംസ്ഥാനത്തും കോൺഗ്രസും അതല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണിയും തമ്മിൽ വലിയ അടിയുണ്ടാകുന്നു. ഓരോ നേതാക്കൾ മുന്നണി വിട്ടുപോകുന്നു. ഈ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അടുത്തിടെ ബംഗാളിലേക്ക് യാത്ര കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ മമതാ ബാനർജി അവിടെ ഉടക്കായി. മമതാ ബാനർജി കോൺഗ്രസുമായി സഹകരിക്കില്ല എന്നും താൻ ഇന്ത്യ മുന്നണിക്ക് പുറത്തേക്ക് പോകുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ആകെ പ്രശ്നങ്ങളാകുന്നു, സംഘർഷമാകുന്നു. ഇന്നിപ്പോൾ ബീഹാറിലേക്ക് ഈ യാത്ര എത്തുമ്പോൾ നമുക്കറിയാം, ബീഹാറിൽ ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ INDA മുന്നണി രൂപീകരിച്ച നേതാവ് തന്നെ അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിച്ച നേതാവായ നിതീഷ് കുമാർ തന്നെ ഇന്നലെ ഈ മുന്നണി ബന്ധം ഉപേക്ഷിക്കുകയും ഉച്ചയ്ക്ക് അദ്ദേഹം രാജിക്കത്ത് നൽകുന്നു. പിന്നീട് വൈകുന്നേരം തൻ്റെ തറവാട് എന്ന് വിശേഷിപ്പിക്കുന്ന NDAയിലേക്ക് തിരിച്ചെത്തി BJPയുമായി ചേർത്ത് ബീഹാറിൽ സർക്കാർ രൂപീകരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ ബീഹാറിൽ കണ്ടത്. അങ്ങനെ ഇന്ന് ഭാരത് ജോഡോ ന്യായ യാത്ര ബീഹാറിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാണ്. ബീഹാർ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ INDA മുന്നണിയും ശിഥിലമായി പോകുന്ന ആ ഒരു സമയത്ത് തന്നെ രാഹുലും കൂട്ടരും ബീഹാറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം 9-അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. 2022 NDA ബന്ധം ഉപേക്ഷിച്ച നിതീഷ് അവസാനമായി കോൺഗ്രസും RJDയും ഉൾപ്പെടെയുള്ള കക്ഷികളുമായി ചേർന്ന് സർക്കാർ രൂപീകരിച്ചത്. പക്ഷേ പിന്നീട് വലിയ അഭിപ്രായ ഭിന്നത സർക്കാരിനകത്ത് തന്നെ രൂപപ്പെട്ടു. കാരണം ഈ JDUവും RJDയും ബദ്ധവൈരികളായ രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ്. അവർക്ക് അധികം കാലം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും പരസ്പരം കൊമ്പ് കോർത്തിട്ടുള്ള നേതാക്കളാണ്. അവർക്ക് ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിക്കാനോ ചായ കുടിക്കാനോ കഴിയുന്ന മനസ്സുള്ള നേതാക്കളല്ല. പരസ്പരം തമ്മിലടിച്ചവരാണ് വർഷങ്ങളോളം. അതിനാൽ അത് അധികം കാലം മുന്നോട്ട് പോയില്ല. അതിനിടയിൽ INDA മുന്നണിക്കകത്തും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. അതിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ, ആരാകണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി, ആര് നയിക്കണമെന്നത് സംബന്ധിച്ചുള്ള വലിയ കൺഫ്യൂഷൻ ഉയർന്നു. നിതീഷ് കുമാറിന് കാര്യങ്ങൾ മനസ്സിലായി. അവിടെ തമ്മിലടിയും വിഷയങ്ങളുമാണ്. ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ നിതീഷ് ഇപ്പോൾ താൻ വർഷങ്ങളോളം നിലനിന്ന നിതീഷ് കുമാർ എന്ന നേതാവിന് ബീഹാറിൽ വളർച്ചയ്ക്ക് വഴിവെച്ചിട്ടുള്ള ആ ഒരു NDA എന്ന മഹാസഖ്യത്തിലേക്ക് അദ്ദേഹം ഇന്നലെ തിരിച്ചെത്തി കഴിഞ്ഞിരിക്കുന്നു. INDA മുന്നണി രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ രൂപീകരണത്തിന് സാക്ഷ്യം വഹിച്ച അതേ പട്ന നഗരം തന്നെ ആ മുന്നണി ശിഥിലമായി പോകുന്ന, നാശോന്മുഖമാകുന്ന ആ കാഴ്ചയ്ക്കും സാക്ഷിയായി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും INDA മുന്നണി ഒരു കടലാസ് മുന്നണിയായി മാറുന്ന സമയത്താണ് ഇന്നിപ്പോൾ രാഹുലും കൂട്ടരും ബീഹാറിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ഗൗതം, ഇന്ത്യ മുന്നണിയുടെ നിസ്സഹായ അവസ്ഥയാണ് ഇന്ന് ഏറ്റവും അധികം ചർച്ചാ വിഷയമായ ഒരു പക്ഷേ ദേശീയ തലത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നത്. ഗൗതം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലേക്ക് ഈ യാത്ര എത്തിയപ്പോൾ മമതാ ബാനർജി ഉടക്കിയത് പരസ്യമായി കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മുഖമായിരുന്നു നിതീഷ് കുമാർ. അങ്ങനെയായിരുന്നു ഉയർത്തിക്കാട്ടിയിരുന്നതും. തുടക്കത്തിൽ പട്നയിലെ ഇന്ത്യ മുന്നണിയുടെ യോഗമൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് നിതീഷ് കുമാർ തന്നെ ഇറങ്ങിപ്പോകുന്നു. നിതീഷിന് ഒരുപക്ഷെ ഒരു പ്രാദേശികമായ മുഖം മാത്രമല്ല, അതിന് സംസ്ഥാനത്തിനപ്പുറത്തേക്ക് വളരുന്ന ഒരു ദേശീയ മുഖം കൂടി നിതീഷിനുണ്ട് എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, കാണേണ്ടതാണ്. ഇനി ആകെയുള്ള ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ ആരിലൊക്കെ ആകും? ഒരുപക്ഷെ നോർത്ത് ഇന്ത്യ മാത്രം എടുക്കുകയാണെങ്കിൽ, ഉത്തരേന്ത്യ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ, ഇനി അഖിലേഷ് യാദവ് ആകട്ടെ ഈ സീറ്റ് വിഭജന ചർച്ചയിൽ തുടക്കത്തിലെ ഉടക്കി നിന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പരസ്യ പ്രതികരണമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാനത്ത് പോലും ഉത്തർപ്രദേശിൽ പോലും വളരാനാവാത്തൊരവസ്ഥയാണ് SP ഇപ്പോഴുള്ളത്. ഈ INDA മുന്നണിയും സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേള വരെ തന്നെ അത് മുന്നോട്ട് പോകുമോ എന്ന് കണ്ടറിയണം. കാരണം ഈ മുന്നണിയിൽ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം അതിൽ നിന്നും പിന്മാറുകയാണ്. നിലവിൽ JDU മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം മമതാ ബാനർജി ഇടഞ്ഞു നിൽക്കുകയാണ്. ആം ആദ്മി പാർട്ടി ചില ഘട്ടങ്ങളിൽ ഇന്നലെ വൈകുന്നേരം ഹരിയാനയിൽ സംസാരിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ലോക്സഭയിൽ INDA മുന്നണിക്കൊപ്പം നിൽക്കുമെന്നാണ്. പക്ഷെ അതിന് സാധ്യത വളരെ കുറവാണ്. നമുക്കറിയാം, ആം ആദ്മി പാർട്ടി 2 സംസ്ഥാനങ്ങളിൽ ഭരണമുള്ളൊരു പാർട്ടിയാണ്, ഒരു ദേശീയ പാർട്ടിയായി വളർന്നിരിക്കുന്നു. അതിനാൽ തന്നെ അതിൻ്റെ അകത്ത്, ആ പാർട്ടിക്കകത്ത് ഈ INDA മുന്നണിക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതിനോട് വലിയ യോജിപ്പില്ല. ഡൽഹിയിലും
പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന നിലപാടാണ് മുന്നോട്ട് വെക്കുന്നത്. കോൺഗ്രസിനോട് സഹകരിക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ല. നേരെ മറിച്ച് പഞ്ചാബിലെയും ഡൽഹിയിലെയും കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റികളുടെ നിലപാട് പരിശോധിക്കുമ്പോൾ അവരും ആം ആദ്മി പാർട്ടിയുമായി സഹകരിക്കാൻ ഒരുക്കമല്ല. അങ്ങനെ വരുമ്പോൾ നാഷണൽ ക്യാപിറ്റലായിട്ടുള്ള ഡൽഹിയിലാണെങ്കിലും അതല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിലാണെങ്കിലും ഇനി പഞ്ചാബിലാണെങ്കിലും ആം ആദ്മി പാർട്ടി ഈ INDA മുന്നണിയുടെ ഭാഗമായി നിന്ന് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ വളരെയധികം സംശയമുണ്ട്. ഉത്തർപ്രദേശിലേക്ക് ചെല്ലുമ്പോൾ നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ അവിടെ പ്രശ്നങ്ങൾ വളരെ മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. ഈ മുന്നണിക്കകത്തെ ആദ്യ പ്രശ്നങ്ങൾക്ക് തുടക്കം ഏതാണ്ട് അവിടെ നിന്നാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മധ്യപ്രദേശിലെ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട് അഖിലേഷ് യാദവും കമൽനാഥും തമ്മിൽ വലിയ തോതിലുള്ള ഉടക്കുണ്ടാകുന്നു. അഖിലേഷ് യാദവ് മുന്നണിക്കെതിരെ സംസാരിക്കുന്നുണ്ട്. അന്ന് തന്നെ അഖിലേഷ് പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതിനെല്ലാം പകരം ചോദിക്കും എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും അഖിലേഷ് അവിടെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉത്തരഭാരതത്തിൽ പ്രത്യേകിച്ച് കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ. കാരണം ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങളുള്ളത് ഉത്തർപ്രദേശിലാണ്. അവിടെ 80 ലോക്സഭാ സീറ്റുകളുണ്ട്. അവിടെ ഏതാണ്ട് ഇന്ത്യ മുന്നണി ശിഥിലമായി കഴിഞ്ഞിട്ടുണ്ട്. ബീഹാറിൽ 40 മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ്. അവിടെ നിതീഷ് കുമാർ പോയതോടുകൂടി മുന്നണി ഏതാണ്ട് അപ്രസക്തമായി കഴിഞ്ഞു. പശ്ചിമ ബംഗാളിൽ 42 ലോക്സഭാ സീറ്റുകളുണ്ട്. അവിടെയും പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. മഹാരാഷ്ട്രയാണ് 48 സീറ്റുകളുള്ള. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങൾ പിന്നീടുള്ളത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ നമുക്കറിയാം നേരത്തെ ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗമായി നിന്ന ശിവസേന തന്നെ രണ്ടായി പിളർന്നു പോവുകയും ശിവസേനയിലെ വലിയൊരു വിഭാഗം ശിവസേനയിലെ ശിവസൈനികർ എന്ന് വിശേഷിപ്പിക്കുന്ന അതിൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകർ ഇപ്പോൾ ഉള്ളത് ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന ശിവസേനയ്ക്കൊപ്പമാണ്. മറ്റേ ബാലാസാഹിബ് താക്കറെയുടെ മകനായിട്ടുള്ള ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് ഇന്ന് ശക്തിയില്ല. അത് ക്ഷയിച്ചിരിക്കുന്നു. മറിച്ച് ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന യഥാർത്ഥ ശിവസേനയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും പ്രഖ്യാപിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും അധികം MP-മാരെ പാർലമെന്റിലേക്ക് സംഭാവന ചെയ്യുന്ന സംസ്ഥാനങ്ങളിലൊന്നും INDA മുന്നണി ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അനു.